ഒന്ന് മൃഗം, രണ്ട് മൃഗത്തിന്റെ പ്രതിമ, മൂന്ന് അതിന്റെ സംഖ്യ. എന്താ മൃഗം? ഒന്നാം ലോകമഹായുദ്ധം 1917 അവസാനിച്ചു. ആ ലോകമഹാ യുദ്ധം അവസാനിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. ആ സംഭവമാ ഇനി ഒരു യുദ്ധം വേണ്ട. അന്നൊരു സംഘടന ഇവിടെ വന്നു, സർവ രാഷ്ട്ര സംഘടന, ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ ഇവിടെ നടന്നു. ഇനി യുദ്ധം വേണ്ട, ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. മൂന്ന് ഇന്നത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു അന്തിമ യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ ഈ ലോകത്തിൽ ഇനി ഒരു യുദ്ധം വേണ്ടാതെ ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരും. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. അപ്പോൾ എപ്പോൾ തേർഡ് വേൾഡ് വാർ കഴിയുമ്പോൾ വരും. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു ദൂഷണ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിൽ പുള്ളി ഇന്നത്തെ തകരുന്ന ഗ്രീസ്, അതിൻ്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം, ഇറാഖിൻ്റെ സപ്പോർട്ട് കൂടി ഒരു ഭരണം പശ്ചിമേഷ്യയിൽ ഉടലെടുക്കും. തീർന്നില്ല, അതിന് മഹാസർപ്പം എതിർക്രിസ്തുവിൻ്റെ രംഗപടം, അതിനകത്ത് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുക്കും. ഒരുവൻ ലോകത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ എങ്ങനെ ഒരക്കൗണ്ടിൽ കൊണ്ടുവരും? ശ്രദ്ധയോടെ ഇരിക്കണമേ. സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ ഞാൻ പോയിട്ട് ഒരുവനെ തരും, പരിശുദ്ധാത്മാവ്. സ്വർഗത്തിന് 3 ഘടകം പോലെ എതിർക്രിസ്തു അഥവാ പിശാചിന് 3 ഘടകമുണ്ട്. 1 സാത്താൻ, 2 എതിർക്രിസ്തു, 3 കള്ളപ്രവാചകൻ. സ്വത്രം. അങ്ങനെയെങ്കിൽ 3 തൃത്വങ്ങൾ പിശാചിനുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെതിരായി ഒരുവൻ ഭരണത്തിൽ വരും. അവൻ്റെ പേര് ആന്റി ക്രൈസ്റ്റ് അഥവാ വരാൻ പോകുന്ന അന്തിക്രിസ്തു. അങ്ങനെ ഭരണത്തിൽ വരണമെങ്കിൽ ഇന്നത്തെ ലോക ജനസംഖ്യ 850 കോടിയാണ്. ഇതിൽ കുറേ പേർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. ബാക്കിയുള്ളവരെ ഭരിക്കണം. അങ്ങനെ ഭരിക്കുവാൻ ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം വന്നാൽ ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? അവൻ ഭരിക്കണമെങ്കിൽ മുഴുവനും ഒരു പ്രതലത്തിൽ വരണം, അഥവാ ഒറ്റ അക്കൗണ്ടിൽ വരണം. അതിനുവേണ്ടി ഉലകത്തിൽ വന്ന പ്രതിഭാസമാ കമ്പ്യൂട്ടർ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതെന്തുകൊണ്ട് ഈ കോവിഡിൻ്റെ മറവിൽ ഇത് വന്നെന്നറിയാമോ? മുഴുവൻ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ആധാർ പോലും അവൻ കൊണ്ടുപോയി. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. എന്താ കമ്പ്യൂട്ടർ? ഇനി ശ്രദ്ധയോടെ സയൻസിലേക്ക്. കമ്പ്യൂട്ടർ എങ്ങനെ ലോകം ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുവരും? വെള്ളറടയിലെ കുടിയേറിയ തോമാച്ചാൻ, കോട്ടയംകാരൻ, എസ്റ്റേറ്റും സംഭവമെല്ലാം ആറാട്ടുകുഴിയിലുണ്ട്. പുള്ളി ഇപ്പം അമേരിക്ക സിറ്റിസണാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ വാസുവണ്ണനാണ്, നാടൻ ഭാഷയും. അപ്പോൾ എല്ലാ ദിവസവും വരും, രാവിലെ കതക് തുറക്കും, കാര്യങ്ങളെല്ലാം നോക്കും. ഒരു ദിവസം രാവിലെ നേരത്തെ വാസു വന്നു. വാസു ചേട്ടൻ കതക് തുറന്നപ്പോൾ അമേരിക്കയിലിരുന്ന അച്ചായൻ ഡയറക്റ്റ് ഫോൺ, വാസു നീ എന്തിനാ കാലത്തെ വന്ന ലെറ്റർ എടുക്കാനാണോന്ന്. ഇനി നോക്കണം, കതക് തുറക്കുന്നത് വെള്ളറട, കാണുന്നത് അമേരിക്ക, ഫോണിൽ കൂടെ തത്സമയം സംസാരിക്കുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന CC ക്യാമറ അച്ചായന് ലൈവായിട്ട് അമേരിക്ക കൊടുത്തപ്പം അച്ചായൻ ഫോൺ ചെയ്തു. ഈ സംവിധാനമാ കമ്പ്യൂട്ടർ. ലോകം ഒരുവൻ്റെ കയ്യിൽ. 2 നമ്മുടെ ഇവിടെ ജോമോനിരിക്കുന്ന നല്ല മോൻ, സ്വോത്രം. അവന് ഭയങ്കര ക്രിക്കറ്റിന് താല്പര്യമാണ്. ആ സമയത്ത് IPL ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി 2020. അമ്മച്ചിയോട് പറഞ്ഞു, എനിക്കൊരു ടിക്കറ്റും എടുത്ത് തരണം, വണ്ടിക്കൂലിയും തരണം, ചെന്നൈ ക്രിക്കറ്റ് കളി വേണം. അമ്മച്ചി പറഞ്ഞു, ഇവിടെ റേഷൻ മേടിക്കാൻ കാശില്ല, മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പറഞ്ഞു. സ്വോത്രം. അമ്മച്ചി ഒരു സൊല്യൂഷൻ കണ്ടെത്തി. സ്മാർട്ട് ബോർഡ് എന്ന സ്കൂളിലെ ഉണ്ടായിരുന്നു. അതിനകത്ത് 290 രൂപ മോനോട് പറഞ്ഞ് സമാധാനത്തിരുന്ന് കണ്ടോളാൻ. 10 സ്പോർട്സ് കള്ളിമൂട്ട് റബ്ബറിൻ്റെ മേളിൽ കയറുന്നു. 10 സ്പോർട്സ് അടിച്ചപ്പോൾ ചെന്നൈ നടക്കുന്ന ക്രിക്കറ്റ് കളി അവൻ്റെ മൊബൈലിനകത്ത് കണ്ടു. സന്തോഷമില്ലല്ലോ? ഇതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. 3 അടുത്തത് നെയ്യാറ്റിൻകര നിംസ്, നല്ല ആശുപത്രി, ഹാർട്ടിന് പറ്റിയത്. രാത്രി ഇവിടെ ഒരു ചെറുപ്പക്കാരന് ഒരു അറ്റാക്ക് വന്നു. അദ്ദേഹത്തെ നേരെ എവിടെ കൊണ്ടുപോയി? നിംസിൽ കൊണ്ടുപോയി. ഒരു ഡോക്ടറേ ഉള്ളൂ. ആ സ്കാൻ എടുത്തപ്പോൾ സർജറിയെ പറ്റത്തുള്ളൂ. നോക്കിയപ്പോൾ ഒരു ബ്ലോക്കാണ്, പക്ഷേ കട്ട് ചെയ്തപ്പോൾ 2 ബ്ലോക്കുണ്ട്. ഈ ഡോക്ടറിൻ്റെ ഒരു വല്ലായ്മ, വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുമോ? അനസ്തേഷ്യ എടുക്കാൻ പറ്റുമോ? ഉടനെ ഒരു MRI സ്കാൻ്റെ യൂണിറ്റ് ഇറങ്ങി. ലൈവ്, നമ്മൾ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിൽ പോകുന്നത് പോലെ ലൈവ്. ഈ ശരീരം എവിടെ കണ്ടു? മെയിൻ ഡോക്ടർ വെല്ലൂർ ഇരിക്കുന്നത്. പെരിയ ഡോക്ടർക്ക് ഇന്ന് ലൈവ് കാണിച്ചപ്പോൾ പെരിയ ഡോക്ടർ അങ്ങേന്ന് പേശി ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. രോഗി നിംസ്, കാണുന്നത് വെല്ലൂർ. കമ്പ്യൂട്ടർ വഴി കാര്യം നിയന്ത്രിക്കുന്നു. സന്തോഷമില്ലല്ലോ? ഈ ടെക്നോളജി ഒന്നും കേട്ടിട്ടില്ലേ? സ്വോത്രം. കമ്പ്യൂട്ടറും ആരും കണ്ടിട്ടില്ല, മൊബൈലും ആരും കണ്ടിട്ടില്ല. കർത്താവിന് സ്വോത്രം. 4 നമ്മുടെ ഇവിടുന്ന് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ആ കുഞ്ഞിന് ഒരു ഭർത്താവ് കുവൈറ്റിലാണ്.
അവൻ അങ്ങ് പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു വിശേഷം. കാരക്കോണത്ത് നമ്മുടെ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു അൾട്രാസൗണ്ട് എടുക്കാം. ഗൈനക്കോളജി ലേഡി കൊണ്ടുപോയി സ്കാൻ എടുക്കുമ്പോൾ അവിടെ കോട്ടിട്ട റേഡിയോളജിസ്റ്റ് ഉണ്ട്. എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ച് കൂടെ വന്നതാരാ? കുഞ്ഞ് പറഞ്ഞു മമ്മിയാ. ചേട്ടൻ എവിടെ? ചേട്ടൻ കുവൈറ്റില്ല. എന്തു ചെയ്യുന്നു? കൊക്കക്കോള കമ്പനി സ്റ്റോർ കീപ്പറാ. സ്വോത്ര. അപ്പം പറഞ്ഞു കുഞ്ഞെ നിനക്കൊരു വിശേഷമുണ്ട്. ഉടനെ പറഞ്ഞു ചേട്ടൻ്റെ മെയിൽ ഐ ഡി ഉണ്ടോ? ഉടനെ പെങ്കൊച്ച് പറഞ്ഞു ഉണ്ട്, ചേട്ടൻ്റെ മെയിൽ ഐ ഡി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ ചേട്ടൻ്റെ മെയിൽ ഐ ഡി കിട്ടി. പെങ്കൊച്ച് കിടക്കുന്നത് കാരക്കോണം. അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ തത്സമയ പ്രക്ഷേപണം എവിടെത്തിയെന്നറിയാമോ? കുവൈറ്റിൽ കൊക്കക്കോള കമ്പനി സ്റ്റോർ കീപ്പർ 14 ഇഞ്ച് കമ്പ്യൂട്ടറിൽ ദാ കിടക്കുന്നു. സ്വോത്രം. ഇതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. സന്തോഷമില്ലല്ലോ? അതിനു വേണ്ടി ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് എത്തണം. അത് ഏത് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ 3 അക്കം അടിക്കണം. 1 W, 2 W, 3 W. എന്താ WWW? വേൾഡ് വൈഡ് വെബ്സൈറ്റ്. മലയാളം നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 23ാമത്തെ അക്ഷരമാ W. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാല 6ാമത്തെ അക്ഷരമാ W. പറയാം. 119 സങ്കീർത്തനം, അതിനകത്ത് ആലേഫ് ദാലത്ത് ഇങ്ങനെ ഓരോ സങ്കീർത്തനം വെക്കുമ്പോൾ 6ാമത്തെ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട് വൗ. അത് തന്നെ കമ്പ്യൂട്ടറിൻ്റെ WWWW. ഇത് തന്നെയാ 3 വരുന്നത് 666. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ WW അടിക്കണം. എന്താ WW അടിക്കണം? ഈ 666 തന്നെ പ്രിൻ്റാ. അത് പിന്നത്തതിൽ സഭയെടുക്കപ്പെട്ടാൽ നമ്പറായിട്ട് വരും. കമ്പ്യൂട്ടറിൻ്റെ ഇംഗ്ലീഷ് COMPUTER കമ്പ്യൂട്ടർ. ഇതാ ഇംഗ്ലീഷ്. അങ്ങനെയെങ്കിൽ എക്ക് 6ഉം ബിക്ക് 12ഉം സിക്ക് 18ഉം ഡിക്ക് 24ഉം ഇക്ക് 30ഉം F 36ഉം കൊടുത്താൽ ഈ കമ്പ്യൂട്ടറിൻ്റെ സംഖ്യ കൂട്ടിയാൽ 666. രാത്രി 2 മിനിറ്റ് കൂടുതൽ ഇരുന്നാലും വേണ്ട, നാളെ യോഗമില്ലല്ലോ. അതിൻ്റെ അക്കം C 18, O 90, M 78, P 96, U 126, T 120, E 30, R 108. ഇത്രയും കൂട്ടി വീട്ടിൽ ചെന്ന് നോക്കണം. 666. നോട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കൊൺമോർ ടൈം. കമ്പ്യൂട്ടർ C 18, O 90, M 78, P 96, U 126, T 120, E 30, R 108. ഇത്രയും സംഖ്യ കൂട്ടിയാൽ കറക്റ്റ് കിട്ടും. ലാറ്റിനോസ് ഗ്രീക്ക് മൂലഭാഷ 666. അതിൻ്റെ പേരാ കോവിഡിൻ്റെ മറവിൽ ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ RFID ചിപ്പ് 668 അവൻ തന്നെ വന്നേ പറ്റൂ. അതായി കോവിഡ് കാലത്ത് കമ്പ്യൂട്ടർ. ഇനി അടുത്തത് WWW. ബൈബിളിനകത്ത് എവിടൊക്കെ W ഉണ്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13ാം അധ്യായം അതിൻ്റെ 3 മുതൽ കുഞ്ഞ് വായിക്കണം. എത്ര W ഉണ്ട്? 5 W. എതിർ ക്രിസ്തുവിൻ്റെ മുഖമുദ്ര W. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13ന്റെ 5 3ാമത്തെ വാക്യം മുതൽ 1 വായിച്ചു തുടങ്ങാം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഇനി ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കണം. ആന്റി ക്രൈസ്റ്റ് എവിടുന്ന്? തലയിൽ മരണകരമായ മുറിവേറ്റു. പലരും പറയും ഈ ആന്റി ക്രൈസ്റ്റ് മോഡി സാറ, ചിലർ പറയുന്നു ബൈഡന്, ആരാണ്ട് പറയുന്നു സഖാവ് പിണറായിയ. ഇവരാരുമല്ല ആന്റി ക്രൈസ്റ്റ്. മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും. അവൻ്റെ പേരാ എതിർ ക്രിസ്തു. ബൈബിളിലുണ്ടോ? യാക്കോബை മക്കളെ വിളിച്ച് അനുഗ്രഹിക്കാൻ വിളിച്ചു. അപ്പോൾ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാ ഉൽപ്പത്തി 49:10. കേട്ടുകൊണ്ടിരുന്നോണം, സ്പീഡിൽ എടുക്കത്തില്ല. 49:10 കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ 49:10 പറയുന്നു അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങുകയില്ല. 49:17 ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിൻ്റെ പേരാ ദാൻ ഗോത്രം. വെളിപ്പാടിൽ അവൻ ഇല്ല മണിയം പാസ്റ്ററെ. ദാൻ ഗോത്രം തള്ളപ്പെട്ടു പോയി. അതാ 49:17. എന്താ ദാൻ ഗോത്രം? ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അവിടുന്ന് ഈ ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അല്ല സഖാവ് പിണറായിയോ ശ്രീ മോഡി സാറോ ചുമ്മാതെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ല. ആന്റി ക്രൈസ്റ്റ് വല്ലവരും പറയും ഇവരൊക്കെയാണ്. സ്വോത്രം. ബൈബിള് പഠിക്കണം. അപ്പോൾ ഇന്ന് കത്തുന്ന സിറിയ, അത് ബാഷറിന്റെ ഭരണകൂടം. ഇതേ പട്ടണത്തിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നു. 1 തലകളിൽ മരണകരമായ മുറിവേറ്റിരുന്നു. മുറിവ് 1ാമത്തെ W. ഹീ ഈസ് എ വോണ്ടഡ് മാൻ. മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനാ എതിർ ക്രിസ്തു.
2 അടുത്ത W വായിക്കാം മോളെ, അങ്ങനെ അങ്ങോട്ട് വായിച്ചോട്ടെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. ഈ ലോകത്തിന് സമാധാനം തരുമ്പോൾ ഈ മരണകരമായ മുറിവ് പുറത്തു പോകും. അടുത്ത വാക്ക്, സർവ്വഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇങ്ങനെ ഒരു ഭരണാധികാരിയെ കണ്ട് വിസ്മയിച്ചു. കോവിഡിന് വാക്സിൻ തരും, അമ്മാമ്മയ്ക്ക് കിറ്റ് തരും, അച്ഛന് ലെക്സ് തരും, റെക്സോൺ തരും. അതിശയം. അതിശയത്തിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. ഇത്രയും നല്ലൊരു ഭരണാധികാരി, അവൻ തൻ്റെ ഉപായ ബുദ്ധിയാൽ കാര്യം സാധിപ്പിച്ചെടുക്കും. സന്തോഷം ഇല്ലല്ലോ? സ്തോത്രം. അടിക്കാൻ വരുന്നവന് പെപ്സി മേടിച്ചു കൊടുക്കുന്നു. അപ്പം പിന്നെ കാര്യം റെഡിയായില്ലയോ? തൻ്റെ ഉപായ ബുദ്ധിയാൽ. ദാനിയേൽ. രണ്ടാമത്തെ W കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു W. അടുത്തത് മൂന്നാമത്തെ W വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട്, മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അവ സാത്താന്റെ പ്രതിമയെ കൊണ്ടുവരാൻ പോകും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കടന്നു വരുന്നത്. എത്ര വഴി കറങ്ങണമെന്നറിയാവോ? പ്രതിമയെ നമസ്കരിച്ചു. നമസ്കാരം. നമസ്കാരത്തിന്റെ ഇംഗ്ലീഷാ വർഷിപ്പ്. അത് മൂന്നാമത്തെ W ശരിയായി. നമ്പർ 1 he is a wounded man. നമ്പർ 2 wonderful man. തേർഡ് 1 he need worship. ആരാധന അവനിഷ്ടം. അടുത്തത് വായിക്കാം. മൃഗത്തോട് തുല്യനാർ. മൃഗത്തോട് തുല്യനാര്? അതിനോട് പൊരുതുവാൻ ആർക്കു കഴിയുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, മൃഗത്തെയും നമസ്കരിച്ചു. മൃഗത്തെയും നമസ്കരിച്ചു. നമസ്കാരം. അടുത്തത് വമ്പും ദൂഷണം സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. അതാ ഈ സാത്താൻ ലോകത്തോട് സംസാരിക്കുന്നു. സ്വോത്രം. മോളെ, ആ ഭാഗം അവിടെ ഒന്ന് നിർത്തിയിട്ട് ദാനിയേലിലേക്ക് വരണം. ആ ഭാഗം മാറ്റരുത്. അവിടെ ഒരു അടയാളം വെച്ചോ. സ്വോത്രം. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അങ്ങനെ വല്ലതും പണ്ട് പറഞ്ഞാൽ കേൾക്കുമോ? ഇന്ന് നമ്മുടെ മൊബൈലിൽ നല്ലൊരു അങ്കിള് വന്നില്ലേ? അവൻ്റെ പേരെന്താ? ആർക്ക് സന്തോഷമില്ലല്ലോ? ഗൂഗിൾ. വീട്ടിൽ പണിക്കാരിയെ വെക്കണേ 800 ചായയും സിനിമ കാണാൻ കാശും കൊടുക്കണം. സ്വോത്രം. ഈ ഗൂഗിളിന് എത്ര കൊടുക്കണം? അമ്മ 299 കൊടുത്താൽ മതി. സ്വോത്രം. എല്ലാ കാര്യവും പറഞ്ഞു തരും. സന്തോഷമില്ലല്ലോ? ഡോക്ടറെ കാണണോ, മരുന്ന് വേണോ, എന്തോ ഉണ്ടായാലും. അതല്ലേ കുഞ്ഞുങ്ങൾ പറയുന്നത്, മമ്മി മിണ്ടാതിരി, ഞാൻ ഗൂഗിളിനോട് ചോദിക്കട്ടെന്ന്. എത്ര നല്ല കാര്യം. ചേച്ചിമാരാരും ചിരിക്കുന്ന പോലും ഇല്ല. സ്വോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളാരും ഗൂഗിളിനോട് ചോദിക്കത്തില്ല. ഗൂഗിൾ സംസാരിക്കുമെന്ന്. പണ്ട് വെള്ളറട വന്നിട്ട് ആനപ്പാറപ്പാൻ വടിയരിയിരുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കും ആനപ്പാറ എവിടാന്ന്. ഇപ്പം അങ്ങനെ ചോദിക്കുമോ? പനച്ചൂടിനോട് കഴിയുമ്പോഴേ മൊബൈലിനോട് ചോദിക്കും എங்கே ഇരിക്കുന്നത് ആനപ്പാറ. ഉടനെ ഗൂഗിൾ പറയും ഗോ സ്ട്രൈറ്റ് ദെൻ റൈറ്റ് 2 കിലോമീറ്റർ അവൈലബിൾ ആനപ്പാറ. കേട്ട വല്ലവരും ഉണ്ടോ? സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. ഗൂഗിൾ സംസാരിക്കുമോ? സ്വോത്രം. സാത്താൻ ലോകത്തോട് സംസാരിക്കും. ബൈബിളിൽ 2 പ്രവചനങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമ 27 ദാനിയേൽ, പുതിയ നിയമ പ്രവചനത്തിന്റെ 27 വെളിപ്പാട്. ഇതൊക്കെ അങ്ങോട്ട് പഠിക്കണം. സ്വോത്രം. ഇനി പെന്തിക്കോസുകാരോട് ഞാൻ പറയാ, കാനാവിലെ കല്യാണം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ സമയമില്ല. സ്വോത്രം. എന്ന് വിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ട്. സ്വോത്രം. CSI അച്ഛൻ ഇന്നാൾ പറയുന്നത് വരുന്ന ഉപദേശിമാർ മൊത്തം പിന്നെ യോഗന്നാനുണ്ട് എന്നും കല്യാണം കല്യാണം കല്യാണം. ഇത് കേട്ട് മടുത്ത് പാസ്. സ്വോത്രം. വല്ല പ്രവചനവും പറയും. ഇതൊക്കെ കേട്ടോ. അങ്ങനെയെങ്കിൽ ദാനിയേൽ ഒരുവൻ പത്മോസിന്റെ ഏകാന്തതയിൽ കാരാഗ്രഹത്തിൽ, രണ്ടാമത്തവൻ പ്രിയ പുരുഷൻ എവിടെ കിടക്കുന്നു? ഇറാഖിനകത്ത് ബാബേൽ പ്രവാസത്തിനകത്ത്. അന്ന് ദാനിയേലിനോട് സ്വർഗം പറഞ്ഞു വരാൻ പോവുക കമ്പ്യൂട്ടറിലേക്ക്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠിച്ചോണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാവൂ. ഞാൻ അതുകൊണ്ടാണ് ഇത്ര നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ദാനിയേൽ 7-8 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ 7-8 വാക്യങ്ങൾ വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ ഘോരവും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാമമുള്ള ഒരു മൃഗത്തെ കണ്ടു. വരുന്ന മൃഗം ഭരണാധികാരിയാ, അല്ലാതെ കുറുക്കനും കരടിയൊന്നും അല്ല. മൃഗത്തെ ബൈബിൾ പറയുന്ന ഭരണാധികാരി. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ആ കുറുക്കനോട് പോയി പറയാം. ഹേരോദാവിനെ എന്താ വിളിച്ചത്? ചക്കരെ മുത്തേന്നൊന്നുമല്ല, കുറുക്കാന്നാ വിളിച്ചത്. സ്വോത്രം. പലരും വിചാരിക്കും രാത്രി ചിന്നമ്മയുടെ കോഴിക്കോട് അടിച്ചിളക്കാൻ വന്നതെന്ന്. കോഴിക്കോടല്ല, അവൻ്റെ കയ്യിലെ പ്രവൃത്തി കൊണ്ടാണ് യേശു കുറുക്കനെന്ന് വിളിച്ച്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് ആരെയും കയറി ചക്കരെ മുത്തേന്നൊന്നും വിളിക്കല്ലേ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കോ പാസ്റ്റർമാരെ, PC ജോർജ് വിളിച്ചതാ അനുഭവിച്ചത്. അതുകൊണ്ട് ഇനി ആരെയും കയറി മോളെ ചക്കരയൊന്നും വിളിക്കരുത്. അത് കുഴപ്പമായിപ്പോ. സ്വോത്രം. നിൽക്കട്ടെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇതാ വരാൻ പോകുന്ന ഏകലോക ഭരണം. ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. വായിക്കാം. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചു. ഹിറ്റ്ലർ, മുസോളിനി, ലോകം ഭരിച്ച ചക്രവർത്തിമാരിലേക്കായാലും ഏറ്റവും മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അതിന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. ഇന്ന് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ. അടുത്തത് വായിക്കാം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ കൊമ്പ ഇന്നത്തെ വത്തിക്കാൻ. അതുകൊണ്ടാ ഞാൻ കള്ളിമ്പോ ഇവിടെ കുളത്താമലി പ്രസംഗിച്ചപ്പം ഈ മാർപ്പാപ്പയെ പറ്റി പറഞ്ഞത്. വയ്യാത്ത മാർപ്പാപ്പ ഈ കോവിഡ് കാലത്ത് എവിടെ പോയെന്നറിയാമോ? കാനഡ വരെ പോയി.
പാസ് കണ്ടില്ലായിരുന്നു കാനഡയിൽ മാർപ്പാപ്പ് പോയത്? സ്വോത്രം, വീൽ ചെയറിനകത്ത്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ പറയും ഇനി ഞാൻ റഷ്യയിൽ പോകാൻ പോവാന്ന്. സ്വോത്രം. എന്നിട്ട് പറഞ്ഞെന്തോ ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം തീർക്കാന്ന്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറ്റുന്നില്ല. ചെറിയ കൊമ്പ് അദ്ദേഹം അന്തിമ ദിനത്തിൽ പിടിക്കും. രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്, 1 മതം 2 രാഷ്ട്രീയം. അതാ ചെറിയ കൊമ്പ് വത്തിക്കാൻ. ലോകത്ത് ഇന്ന് പത്രത്തിന് എപ്പോഴും വാർത്തയുണ്ട്. ഇന്ത്യയിലും വരാൻ പോവാ. അടുത്ത വാക്ക് അതിന്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ചെറുപ്പക്കാരെ 3 ഭരണത്തെയും അവൻ തകർക്കും എന്നെങ്കിലേ വരൂ. ഒന്നാമത്തെ ഭരണം ഏതായിരുന്നു? രാജാധിപത്യം. പണ്ടിവിടെ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2ാം ഭരണം ഏതാ? ജനാധിപത്യം. സ്വോത്രം. ജനാധിപത്യം എപ്പോൾ തീരും? അതിനുശേഷം ഇപ്പം ആരാ വന്നിരിക്കുന്ന? ഏകാധിപത്യം. കരമുയരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലയോ മോഡി സാറിന് പ്രായം ചെന്നിരിക്കുക, എന്നിട്ടും പറയുന്ന അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. കസേര വിടുവോ? സ്വോത്രം. എല്ലാവരും മാറിയിട്ട് സഖാവ് പിണറായി പറയുന്ന 3ാം ഊഴോ ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. സ്വോത്രം. റഷ്യയുടെ വ്ളാഡിമർ പുടിൻ പറയുന്നത് ഞാൻ മരിക്കുന്നത് വരെ റഷ്യയുടെ പ്രസിഡന്റാണ് മണിക്കൂട്ടൻ പാസ്. സ്വോത്രം. ചൈനയിലെ ഷീ ജിങ് പിങ് പറയുന്നു ആരാ എനിക്ക് നേരെ സംസാരിക്കുന്ന കത്തിയാണ് എടുക്കുമെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞ് പിന്നെ കൊറിയയിലെ പ്രസിഡന്റ് പേരാ കിങ് ജോങ്. സ്വോത്രം. അവനിങ്ങനെ കത്തിയായിട്ട് അടക്കുക. ഇവരെല്ലാം ഏകാധിപതികളാണ്. ഇതിനെ തകർക്കും. തിമത്തിയോസ് പറയുന്നുണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രിയന്മാർ, ഇണയില്ല പിണ കൂടുന്നവർ, നമ്മുടെ പിള്ളേരെ പോലെ അപ്പനും അമ്മയും ആരെയും അനുസരിക്കാത്തവർ, ലെഫ്റ്റ് പറഞ്ഞാൽ റൈറ്റ്, റൈറ്റ് പറഞ്ഞാൽ ലെഫ്റ്റ്. സന്തോഷമില്ലല്ലോ. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടാവും. അമ്മാമ ബൈബിള് വായിക്കണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഉഗ്രന്മാർ. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടോ? സ്വോത്രം. അതാ ഇന്നത്തെ ഭരണം. ഇത് 3നെ അവൻ ചവിട്ടിക്കളയും. 3 കൊമ്പ് വേരോടെ പറഞ്ഞുപോയി. എൻ്റെ വരവ്. അടുത്ത ഭാഗം, അടുത്ത വാക്ക് വായിച്ചു. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ. ഈ മനുഷ്യനെ നോക്കുന്ന ഒരു കണ്ണുണ്ട്. അതിന്റെ പേരാ മോളെ. മനുഷ്യനെ നോക്കുന്ന കണ്ണിന്റെ പേരാ ലാപ്ടോപ്പിന്റെ മേളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. സ്വോത്രം. ഈ എല്ലാ ടച്ച് ഫോണിന്റെ മേളിൽ എത്ര സഹോദരന്മാരെ? 2 സഹോദരിമാരെ 3 ക്യാമറയൊക്കെ 3D ഡയമെൻഷൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആരും അറിഞ്ഞിട്ടില്ല. നിൽക്കട്ടെ. ലോകത്തെ മുഴുവൻ കാണുവാൻ ഒരു ക്യാമറ. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വമ്പ്. വായിച്ചാട്ടെ മോളെ. വമ്പ് പറയുന്ന വായുമുണ്ടായിരുന്നു. ഇതാ കിടക്കുന്ന. ഇതാ വെളിപ്പാടും ദാനിയേലും മീക്കൽ. വെളിപ്പാടിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ലോകത്തോട് സംസാരിക്കും. അവന്റെ ശബ്ദം ലോകം കേൾക്കും. ദാനിയേലിൽ റിവേഴ്സ്. വമ്പ് പറയുന്ന വായുമുണ്ടായിരിക്കും. അതാ ഇന്ന് ലോകത്തെ എല്ലാ മൊബൈലിലും 4G സംവിധാനം എത്തുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ ആപ്ലിക്കേഷൻ വന്നു. സാത്താൻ ലോകത്തോട് സംസാരിക്കുമോ? കേൾക്കണം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പർവ്വതനിര, ആ പർവ്വതനിര ഒലിവുമലയോട് ചേർന്ന അതിൻ്റെ പേരാ മെഗിദോ താഴ്വര. മെഗിദോയിൽ ഇന്നത്തെ ഇസ്രയേൽ ഭരണകൂടം ഏറ്റവും ദൃഢമായ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. മക്കളെ, ഈ വോയിസ് ട്രാൻസ്ലേറ്റർ ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ 2000 ഭാഷ സംസാരിക്കുന്നു. തീർന്നില്ല. ഈ വോയിസ് ട്രാൻസ്ലേറ്റർ കർത്താവിൻ്റെ വരവ് വരെ ഇത് പോകും. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് അടിക്കണം. അതിൻ്റെ പേരാ വോയിസ് ട്രാൻസ്ലേറ്റർ. 1000 ഹ്യൂമൻ ബീയിങ്, അതിൻ്റെ ബ്രെയിൻ സാച്ചുറേറ്റഡ് മോട്ടിവേറ്റഡ് കമ്പ്യൂട്ടർ എന്നാണ് അതിന് വിളിക്കുന്നത്. പഠിക്കണം കുഞ്ഞുങ്ങൾ, വെറുതെ ഒന്നും നിന്നിട്ട് കാര്യമില്ല. സ്വോത്രം. അതിന് 2000 ഭാഷ സംസാരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 6000 ലാംഗ്വേജ് ഈ കമ്പ്യൂട്ടർ സംസാരിക്കാൻ പോവാന്ന്. സ്വോത്രം. തീർന്നില്ല. പണ്ടിതെങ്ങാനും പറഞ്ഞാൽ നിങ്ങൾ ഏക്കോ. ഇത് പാറശാല മണ്ഡലം. പാറശാല മണ്ഡലത്തിൽ MLA CK ഹരീന്ദ്രൻ സാർ ഇപ്പോൾ ഈ കോവിഡ് കാലത്തിൽ ഇലക്ഷൻ നടത്തിയത്. ഇവിടെ എവിടെങ്കിലും വന്നോ? രാവിലെ നിങ്ങൾ ഒരു മൊബൈൽ എടുത്തപ്പോൾ 0471322200 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നില്ലയോ? സഖാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ CK ഹരീന്ദ്രൻ, നിങ്ങളുടെ സമ്മതിദാന അവകാശം എന്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടല്ലോ? കൈ ഉയരുന്നില്ലല്ലോ. അങ്ങനെ കേട്ട് അയ്യോ വോട്ടും ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ കൈ ഉയർത്താൻ പറയുമ്പോൾ ഇടയ്ക്ക് കൈ ഉയർത്തണം. സ്വത്രാഴ്ച തരാനല്ല, ഈ പ്രസംഗം കേൾക്കുന്നതെന്നറിയാൻ. പിന്നെ ചിലർ വിചാരിക്കും കൈ ഉയർത്തിയ പാസ്റ്റർ കല്യാണം ആലോചിക്കുമെന്ന്. എൻ്റെ ജോലി കല്യാണാലോചനയല്ല. അതിനിതാ ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, അവരാലോചിച്ചോളൂ. സ്വത്രം. അതുകൊണ്ട് ഇത് കേൾക്കാനാണ്. 2 അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അടുത്ത ആൾ കേൾക്കണം. രാവിലെ ആയപ്പോൾ ഒരു അടുത്ത മൊബൈൽ 0471223300. ഉടനെ ബഹുമാനപ്പെട്ട വോട്ടർമാരെ, ഞാൻ അൻസജിത റസൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തും. വല്ലവരും കേട്ടായിരുന്നു? ചാത്തന്നൂർ കിടക്കുന്ന എനിക്കറിയാം പാറശാല ആര് മത്സരിച്ചത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഈ അൻസജിത റസൽ വളരെ സ്നേഹിതയുണ്ട്. സ്വോത്രം.
എന്നോട് കൂടെ സ്റ്റേജിലിരുന്ന് പ്രാർത്ഥിച്ച് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നല്ല സഹോദരിയാണ്. സ്വോത്രം. അവരുടെ വീട്ടിൽ പല വിഷയങ്ങൾ വന്നപ്പോൾ, രോഗം വന്നപ്പോൾ എളിയവനായ എന്നെ കൊണ്ടുപോയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും പറയും, പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ 2 പേരെ സ്നേഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം എല്ലാ രാഷ്ട്രീയക്കാരെ സ്നേഹിക്കണം. സ്വോത്രം. അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാ. സ്വോത്രം. ഞാൻ അങ്ങനെ പോളിച്ചുള്ള CK ഹരീന്ദ്രൻ സാറിന് അൻസാരി റസൽ. അപ്പോൾ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു? സുഷമ സിസ്റ്ററെ വീട്ടിൽ വന്നായിരുന്നു അവരാരെങ്കിലും? നെവർ. എവിടെയും വന്നില്ല. സ്വോത്രം. അതുകൊണ്ട് അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂർ കേട്ടില്ലയോ? അദ്ദേഹം ഈ പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നു? ഇല്ല. രാവിലെ മൊബൈൽ എടുത്തപ്പോൾ അവറാച്ചാൻ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെസ്സേജ് വന്നില്ല. നീം ഒറ്റയടി തുറന്നപ്പം കണ്ടില്ലേ, ഹലോ ഞാൻ ശശി തരൂർ, നിങ്ങളുടെ വിലയേറിയ സംവിധാനവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുക. സന്തോഷമില്ലല്ലോ? സ്ഥാനാർത്ഥി സംസാരിച്ചെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ സംസാരിക്കാൻ പോകും. വീട്ടിലല്ല, ചിന്നമാമ അവറാച്ചാനും രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഒരു മൊബൈൽ വരും, ഹലോ ഞാൻ സഖാവ് പിണറായി വിജയൻ എല്ലാ കേരളീയർക്കും ഓണാശംസ നേരുന്നു. സ്വോത്രം. അവറാച്ചാനെ അറിയത്തില്ല, ചിന്നമാമയെ അറിയത്തില്ല. സ്വോത്രം. സെക്രട്ടേറിയറ്റിൽ നിന്ന് സംസാരിക്കുന്നത് പണ്ട് കേട്ടിപ്പോൾ കേൾക്കാൻ പോവുക. സ്വോത്രം. ഇനി ഇതൊക്കെ പറഞ്ഞെങ്കിലേ നിലനിൽപ്പുള്ളെന്ന് സഖാവിനും അറിയാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് ഇത് പറയും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ദാണ്ടേ ഗൂഗിൾ ഇന്ന് ലോകത്തോട് സംസാരിക്കുന്നു. വെളിപ്പാട് 13:5 വിശുദ്ധ വമ്പും ദൂഷണവും സംസാരിക്കുന്ന ഒരു വായ് ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, ഇസ്രയേലിന്റെ പർവ്വതനിരയായ മെഗിദോ താഴ്വരയ്ക്കകത്ത് 6000 ഭാഷ സംസാരിക്കാനുള്ള ഒരു വോയിസ് ട്രാൻസ്ലേറ്റർ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി 2000 ഭാഷകൾ സംസാരിക്കുന്നു. ഒരു മലയാളം കൂടെ പറഞ്ഞു തരാം മക്കളെ. പണ്ട് നമുക്ക് ആകാശവാണി, പണ്ട് വീട്ടിലൊന്നും റേഡിയോ ഇല്ല. വൈകിട്ട് കള്ളിമൂടിൽ റേഡിയോ പാർക്കുണ്ട്. 5:30 ഒരു ചേട്ടൻ തുറക്കും, മൈക്ക് ഓണാക്കുമ്പോൾ ഒരു സംസാരം കേൾക്കത്തില്ല. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, വയലും വീട് രാമേന്ദ്രൻ വാർത്തകൾ വായിക്കുന്നു. സന്തോഷമില്ലല്ലോ? അതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ ഗൂഗിളിനകത്തോടെ പിള്ളാരുടെ മറുപടിയല്ല, ആന്റി ക്രൈസ്റ്റ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ ദീർഘസുവിന്റെ ശബ്ദം നിങ്ങളുടെ രംഗപടത്തിനകത്ത് കർണപടത്തിലേക്ക് മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങ. കർത്താവ് തൻ ഗംഭീരനാഥ പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ഇന്ന് രാത്രി ജീവനോടിരിക്കുന്ന അവനെ എതിരേൽപ്പാ ഈ മധ്യാകാശത്തിൽ എടുക്കപ്പെടുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.